ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വരുന്നുണ്ട് കണ്ടെയ്നർ. അക്ഷര അക്ഷര ഗോ. അക്ഷര ഗെറ്റ് റെഡി. ഓക്കേ ഓക്കേ ലെറ്റ്സ് ഗോ. ഓക്കേ ഓ അക്ഷര. രണ്ടുപേരും കുറെ നേരമായിട്ട് നോക്കുന്ന കാണുന്നുണ്ടല്ലോ. പോയി സംസാരിച്ചോ? അങ്ങനൊന്നുമില്ല. സംസാരിച്ചോളൂ. എന്നാ ഞങ്ങള് വീടൊക്കെ ഒന്ന് ചുറ്റി കാണട്ടെ. അങ്ങനെ ഒരുപാട് കാണാനൊന്നും ഇല്ല. എന്നാലും ഉള്ളതെന്താ നോക്കാലോ. അവര് കാണട്ടെ ഗിരിജയെ. പൃഥ്വി അക്ഷതയും കൂട്ടിച്ചല്ല. ചെല്ലേ ചെല്ലേ. വരണം മോളെ, ഇവരെല്ലാടും കാണിക്കും. ചെല്ലേ. ആരേത്? ആഹാ, ഇതുവരെ എഴുന്നേറ്റില്ലേ? വേഗം റെഡിയാവാ, സ്കൂളിൽ പോവാം. എനിക്ക് വയ്യമ്മേ, പനിയാ. വയ്യേ? പനിയോ? ഇന്നലെ രാത്രി വരെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. എഴുന്നേറ്റ്. പനിയൊന്നുമില്ലല്ലോ. നല്ല ചൂടുണ്ട്. ശരിയാണല്ലോ. ശോ, കഷ്ടമായി പോയി. ഇന്ന് എന്റെ ദുർഗക്കുട്ടിയെ പാർക്കിലൊക്കെ കൊണ്ടുപോയി ഐസ്ക്രീം ഒക്കെ വാങ്ങിത്തന്ന് അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചതാ. ഇനിയിപ്പൊ പനിയായ സ്ഥിതിക്ക് അതൊന്നും പറ്റില്ലല്ലോ. അമ്മ പറഞ്ഞത് സത്യാണോ? പിന്നല്ലാതെ. എന്നാ എനിക്ക് പനിയില്ല. എടി കള്ളി. നോണിച്ച് പാറു കള്ളം പറഞ്ഞതാണല്ലേ? കള്ളം പഠിച്ചു വെച്ചേക്കോ അല്ലേ? ശരി ശരി, വാ വാ, നമുക്ക് റെഡിയാവാം. എന്റെ മോൾക്ക് അമ്മ മുഖം കഴുകി തന്ന് സുന്ദരിയാക്കാം. എന്നിട്ട് നമുക്ക് സ്കൂളിൽ പോവാം. തിരിച്ചു വന്നിട്ട് നമുക്ക് പാർക്കിൽ പോവാം കേട്ടോ. ദുർഗെ, എന്തു പറ്റി? മനസ്സിലെന്തോ വിഷമുള്ളതുപോലെ. അമ്മയെക്കുറിച്ച് ഓർത്ത പണ്ടില്ലാത്തത് പലതും ഉണ്ടെന്ന് ഞാൻ അമ്മയുടെ നുണ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഉള്ളത് പലതും ഇല്ലെന്ന് മറ്റുള്ളവരോട് നുണ പറയുന്നു. ജെഡി, കണ്ടെയ്നർ വരുന്ന റൂട്ടും വണ്ടി നമ്പറും ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ടോ? നമുക്കിറങ്ങാം. ബിസിനസ് ഒക്കെ നോക്കി നടത്തുക പറയുമ്പോ നല്ല ടെൻഷൻ ആയിരിക്കും അല്ലേ? അങ്ങനെ ടെൻഷനാണെന്ന് കരുതാതെ ഇഷ്ടപ്പെട്ടങ്ങ് ചെയ്താ മതി. ഒരു കുഴപ്പമില്ല. പിന്നെ ഏത് ജോലിക്കും അതിന്റേതായ ടെൻഷൻ ഉണ്ടാവുമല്ലോ. അതെ അതെ അതെ. എനിക്ക് നല്ല പരിചയം തോന്നുന്നു കണ്ടിട്ട്. ഇതാരാന്നാ പറഞ്ഞ? ആ, ജയശ്രീ അല്ലേ ഇത്? പോലീസിലായിരുന്നേ. അതെ. ജയശ്രീ അറിയോ? അത്ര പരിചയമില്ല, എന്നാലും മീഡിയയിലല്ലേ. കേസിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ജയശ്രീ എന്റെ ഭാര്യ. ജയശ്രീ മരിച്ചപ്പോഴാ ഞാൻ വസുമതിയെ കല്യാണം കഴിച്ചത്. ആ കേസ് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, എന്നെങ്കിലും ആ സത്യം പുറത്തു വരും. ആ ഒരു ദിവസത്തിന് വേണ്ടിയാ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത്. എനിക്ക് എല്ലാ ടൈപ്പ് കോസ്റ്റ്യൂംസും ഇഷ്ടമാ. ഇവിടെ അധികം മോഡേൺ ആവാനൊന്നും സമ്മതിക്കില്ല. മുത്തശ്ശിയൊക്കെ വഴക്ക് പറയും. ഇറ്റ്സ് ഓക്കെ. തനിക്ക് എല്ലാ കോസ്റ്റ്യൂംസും ചേരും. ബിക്കോസ് യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ.
കോൾ എടുക്കുന്നില്ലേ? ഏ ആ, അല്ല ബിസിനസ് കോളാ. ആ അതിനെന്താ, എടുത്ത് സംസാരിച്ചോളൂ. ഹേയ് ഇല്ല, സാരമില്ല. സാരമില്ല, എടുത്ത് സംസാരിക്കും. ഉം. ജോലിക്കാര്യങ്ങളൊന്നും പിന്നത്തേക്ക് മാറ്റി വെക്കണ്ട, എടുത്ത് സംസാരിച്ചോ. എടുക്ക്. ഒരു മിനിറ്റ്. ഹലോ, എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ്. ഹോട്ടലെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ. ഉം. ആ കണ്ടെയ്നർ എത്തിയാൽ ഉടനെ കയറ്റി അയക്കാൻ വേണ്ടതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അവിടെ സംഭവിക്കുന്നതിനെല്ലാം ഉത്തരവാദി നീ മാത്രമാണ്. ഓക്കെ ഓക്കെ. ആ അത് നല്ലതായാലും മോശമായാലും അതിന്റെ റിവാർഡ് നിനക്ക് കിട്ടും, അറിയാലോ? ഓക്കെ. ഓക്കെ. ചാനൽ അല്ലാതെ വേറെ ബിസിനസ് ചെയ്യുന്നുണ്ടോ? ഏ ആ ആ എനിക്ക് എക്സ്പോർട്ടിംഗ് ഉണ്ട്. ഇന്നൊരു കണ്ടെയ്നർ ഷിപ്മെന്റ് ഉണ്ട്, അതിന്റെ കോൾസാ. അഖിൽ എന്തായി? യെസ്, അവരെത്താറായിട്ടുണ്ട്. ഓക്കെ. അവർ ഈ വഴി തന്നെയാ വരുന്നത്. ഏത് വഴിയാ? ദേ ആ വഴി. എന്താ? സിഗ്നൽ ലോസായി. ഒന്നുകൂടി നോക്ക്. അഖിൽ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യും. യെസ്, ഐ ആം ട്രൈ. വേഗം. വരുന്നുണ്ട് കണ്ടെയ്നർ. അക്ഷര, അക്ഷര ഗോ. അക്ഷര ഗെറ്റ് റെഡി. ഓക്കെ ഓക്കെ. ലെറ്റ്സ് ഗോ. ഓക്കെ. ഓ അക്ഷര. Fast, follow she. Overtake it. Come on, Akshara. Akshara, fast.